അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇരുട്ടിൽ കഴിയുന്നവരെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ലേ ക്രിസ്തു ആഗതനായത്? ഇരുട്ടിന് നേരെയുള്ള പ്രകാശത്തിൻ്റെ ഏറ്റവും നിർമ്മലമായ പ്രാർത്ഥനയല്ലേ അവൻ്റെ പിറവി? അതെ, ഞാൻ എന്നെ വെളിച്ചമാക്കാനാകണം ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്. ദൈവാനുഭവം ഒരാളെ പ്രകാശിപ്പിക്കും എന്നതിൻ്റെ തെളിവാണെന്നേ സീനായ് മലയിലെ മോശയുടെ പ്രഭ. അങ്ങയുടെ പ്രകാശത്തില ഞങ്ങളുടെ പ്രകാശം എന്നല്ലേ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. കിഴക്കുനിന്നെത്തിയ 3 ജ്ഞാനികളെക്കുറിച്ചും എനിക്ക് തോന്നുന്നത് ഈ സത്യം തന്നെയാണ്. ആകാശ നക്ഷത്ര വിളക്കിൻ്റെ പ്രഭയിലാണവർ ബെത്ലഹേമിലെ കുടിലിൽ ഉണ്ണിമിശിഹായെ ദർശിച്ചത്, കുമ്പിട്ട് നിക്ഷേപപാത്രങ്ങൾ സമർപ്പിച്ചത്. സർവപ്രഭയുടെയും തമ്പുരാനെ ദർശിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോവുകയാണ്. വെളിപാടിന് ശേഷം ആകാശവിളക്ക് അവർ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ മുതൽ ക്രിസ്ത്യാനുഭവത്തിന് വിളക്കായവർ മാറുകയാണ്. അനുദിനം എന്നിൽ പടർന്നു കയറേണ്ട വെളിച്ചമല്ല ക്രിസ്തു. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകുന്ന രാത്രി ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുക. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം എന്നാണ് യെശയ്യാ ദീർഘദർശി ആശംസിക്കുന്നത്. അതെ, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. അവൻ അനുഗമിച്ചവരോടും പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണമെന്ന്. പ്രകാശമായവൻ്റെ ആഗ്രഹം എല്ലാവരും പ്രകാശമാകണമെന്ന് തന്നെയാണ്. ഇത് ദൈവത്തിൻ്റെ സൗജന്യ കടാക്ഷമാണെന്നേ. ഭൂമിയിൽ ഒരാൾ സ്വജീവൻ ഈശ്വര നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ വെളിച്ചത്തിൻ്റെ തുടർച്ച അവസാനിക്കുകയില്ലെന്നേ. അന്ധകാരത്തിന് ഒരിക്കലും കീഴടക്കാനാകാത്ത പ്രകാശത്തിന് മക്കളാകാനുള്ള ക്ഷണമ ശിഷ്യത്വം. ആകയാൽ ഇരുട്ടിൽ കഴിയുന്ന മക്കൾ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.